വല്ലാതെ മോഹിച്ചുപോയി. പത്തനംതിട്ട സ്ഥാനാർത്ഥിയാകുമെന്ന മോഹത്തോടെ BJPയിലെത്തിയ PC ജോർജ് പെട്ടുപോയി. അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായതോടെ വലിയ പരിഭവം. സ്വന്തം ജനപക്ഷ പാർട്ടി പിരിച്ചുവിട്ടാണ് PC ജോർജും മോൻ ഷോൺ ജോർജും BJPയിലെത്തിയത്. പത്തനംതിട്ട കിട്ടാതായതോടെ PC ജോർജ് നീരസം പ്രകടിപ്പിച്ചു തുടങ്ങിയെന്നാണ് വിവരങ്ങൾ. പത്തനംതിട്ടയിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് SNDP ഉൾപ്പെടെയുള്ള NDAയിലെ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നുവെന്ന് PC ജോർജ് പറയുന്നു. അനിൽ ആന്റണി ചെറുപ്പമാണെങ്കിലും അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്താൻ കുറച്ചധികം സമയമെടുക്കുമെന്ന് PC ജോർജ് അഭിപ്രായപ്പെട്ടു. AK ആന്റണിയുടെ മകനാണെന്ന വിലാസമുണ്ടെങ്കിലും ആന്റണി കോൺഗ്രസുകാരനാണ്. മകന് അപ്പന്റെ പിന്തുണ ഇല്ല എന്നത് പ്രശ്നമാണ്. AK ആന്റണി പരസ്യമായി അനിൽ ആന്റണിക്ക് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു. താൻ സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ ഓടുന്നതിൽ കൂടുതൽ അനിൽ ആന്റണി ഓടേണ്ടി വരുമെന്നും PC ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ താൻ സ്ഥാനാർത്ഥിയാകരുതെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും PC ജോർജ് പറഞ്ഞു. അനിൽ ആന്റണിയെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് പത്തനംതിട്ടയിൽ BJPക്കായി നിൽക്കുന്നത്. ചെറുപ്പമാണെന്നതിന് പുറമെ അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് BJPയിൽ ചേർന്നയാളാണ് അദ്ദേഹം. AK ആന്റണിയുടെ മകനാണ്. ഇപ്പോൾ ഇത് ഇവിടെ പറഞ്ഞത് AK ആന്റണിക്ക് ഇഷ്ടമാകുമോ എന്നറിയില്ല. എന്നോട് ക്ഷമിക്കണം. കോൺഗ്രസിൽ മീഡിയ ചാർജ് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥിരമായി ഡൽഹിയിൽ തന്നെയായിരുന്നു. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ അത്രയ്ക്ക് അറിയില്ല. ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണമെന്ന പ്രശ്നമുണ്ട്. കുറച്ചോട്ടം കൂടുതൽ വേണ്ടിവരും. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഓടുന്നതിൽ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണിയെ പരിചയപ്പെടുത്തി എടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും നമുക്കൊരു ശ്രമം നടത്താവുന്നതേ ഉള്ളൂ എന്നും PC ജോർജ് പ്രതികരിച്ചു. PC ജോർജ് മത്സരിക്കാത്തതുകൊണ്ട് പത്തനംതിട്ടയിൽ ആന്റണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് എനിക്കറിയില്ല എന്നായിരുന്നു PC ജോർജിന്റെ മറുപടി. പത്തനംതിട്ടയിൽ ആന്റണിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടെന്ന് തോന്നുന്നില്ല എന്നും PC ജോർജ് പറഞ്ഞു. 15 വർഷം MP ആയിരുന്ന ആളാണ് ആന്റണി. അദ്ദേഹത്തെപ്പറ്റി നല്ല അഭിപ്രായമല്ല ഉള്ളത്. എന്തായാലും ഞാൻ ആരെയും വ്യക്തിപരമായി ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ അഭിപ്രായവും പറയുന്നില്ല. പത്തനംതിട്ടയിൽ NDA മുന്നണിക്ക് മുന്നിലുള്ള ശ്രമകരമായ ജോലി മാത്രമല്ല, വലിയ ബുദ്ധിമുട്ടേറിയ കടമ്പ കൂടിയാണ്. ആദ്യം ജനങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തി കൊടുക്കണം. ആളെ അത്രയ്ക്ക് അറിയില്ലല്ലോ. പിന്നെ AK ആന്റണിയുടെ മകൻ എന്ന് പറയാം. പക്ഷേ AK ആന്റണി കോൺഗ്രസ് അല്ലേ? മകന് അപ്പൻ്റെ പിന്തുണ ഇല്ല എന്നതാണ് പ്രധാന പ്രശ്നം. AK ആന്റണി പരസ്യമായി ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു. എനിക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി അംഗീകാരവും ആദരവും BJP ഈ നിമിഷം വരെ തന്നിട്ടുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടത്തിലും BJP യാതൊരു കുഴപ്പവും കൂടാതെ വളരെ മാന്യമായി എന്നോട് പെരുമാറുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. എത്രയോ ആളുകൾ BJPയിൽ വന്നു. അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആദരവും എനിക്ക് BJP നേതൃത്വവും പ്രവർത്തകരും തരുന്നുണ്ട്. എനിക്ക് അവരോട് 100% നന്ദിയുണ്ട്. ഞാൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിണറായി വിജയനാണ്. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിന്റെ മകൻ തുഷാർ എന്നിവരൊക്കെ ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാകരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. അതെനിക്കറിയാം. അവർ പരസ്യമായി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അവരുടെയൊക്കെ ആഗ്രഹം സാധിക്കട്ടെ എന്നും PC ജോർജ് പറഞ്ഞു. എന്തായാലും വലിയൊരു തേപ്പ് കിട്ടി നിൽക്കുകയാണ് PC ജോർജും മകനും.